നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് ആക്ച്വലി ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ആലോചിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ബന്ധത്തിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത് നോക്കാം. ജസ്റ്റ് ഓക്കെ, എനിക്ക് വേറെ ടോപ്പിക്കൊന്നും കിട്ടുന്നില്ല. അത് റീഡിങ് വരുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് ഇവിടെ എന്താ പറയുന്നത്, നമുക്കൊരു സ്റ്റോറി ലൈൻ പോലെ നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇപ്പം എന്താണ്, ആൻഡ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താ നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് എടുക്കാം. ഓക്കെ ഓക്കെ പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ബുധനാഴ്ചയ്ക്കൊക്കെ ശേഷമേ റീഡിങ്സ് കൊടുത്തു തുടങ്ങുള്ളൂ. ഓണത്തിൻ്റെ സമയമൊക്കെ ആയിരിക്കും. ഓക്കെ, സോ നോക്കിയിട്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ കൊടുക്കാം ഇവിടെ. സോ ബുക്കിംഗ്സ് അറ്റ്ലീസ്റ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ബാക്ക് ടു വർക്ക്. ഓക്കെ, കാർമിക് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ engagement ring, healing heart, the snake. Okay, one more card, photograph. Okay, date. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു സെപ്പറേഷൻ എന്ന രീതിയിൽ കാണുന്നുണ്ട്. മിസ്സിങ് യു. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഐ തിങ്ക് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്നതായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് വളരെ ടോക്സിക് ആയിട്ടുള്ള വേറെ ഒരു സിറ്റുവേഷൻ. ഇതിപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധമല്ല, ഇപ്പോൾ ഉള്ള ബന്ധമല്ല, ഇത് നിങ്ങൾ മുമ്പ് ഉണ്ടായിരുന്ന ഏതെങ്കിലും ബന്ധം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് വളരെ ടോക്സിക് ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിച്ച് കാണാം. കുറച്ച് പേര് കേട്ടോ, ഇതെല്ലാവർക്കും മാച്ച് ആവില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു സിനാരിയോ എനിക്ക് ഫീൽ ചെയ്തു. സോ നിങ്ങൾ അതിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തതായിരിക്കാം. ഓക്കെ, ഒരു പുതിയ പേഴ്സണിനെ നിങ്ങൾ മീറ്റ് ചെയ്തതായിരിക്കാം. സോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, ഈ ബന്ധം നല്ലതാണോ എന്ന രീതിക്കായിരിക്കാം. സോ ഇവിടെ കുറച്ച് പേർക്ക് എൻഗേജ്മെൻറ്റ് റിംഗ് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരു പുതിയ പേഴ്സൺ വന്നിട്ട് നിങ്ങൾ അവരുമായിട്ട് കുറച്ച് പേർക്ക് എൻഗേജ്മെൻറ്റ് വരെ അല്ലെങ്കിൽ പ്രപ്പോസൽ വന്നു, മാരേജ് ആലോചിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സപ്പോസ് ഡൈവേഴ്സി ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഡോ ആണ്, അല്ലെങ്കിൽ വിഡോവറാണ്. അപ്പം നിങ്ങൾക്ക് വേറെ പുതിയ മാരേജിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു റിലേഷൻ വന്നിട്ടുണ്ടാവാം. പാസ്റ്റിലെ റിലേഷൻഷിപ്പും ഐ തിങ്ക് നിങ്ങൾക്ക് വളരെ ടോക്സിക് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, ദാറ്റ് ഇതും അങ്ങനെ തന്നെ ആവോ എന്ന രീതിക്ക് നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവാം. ഇത് മേ ബി ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി വല്ല പാസ്റ്റിൽ അനുഭവിച്ച കാര്യങ്ങളായിരിക്കും കേട്ടോ. പാസ്റ്റിൽ ഏതെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫിൽ അങ്ങനെ കടന്നു പോയി കാണാം. എല്ലാവർക്കും എല്ലാം ഞാൻ പറയുന്നത് ഓക്കെ, പ്ലീസ് മനസ്സിലാക്കുക, ഇത് കുറച്ച് പേർക്കുള്ള ഒരു സിനാരിയോ ആണ് ആദ്യം വരുന്നത്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പുറത്ത് വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ മേ ബി ഒരു പുതിയ ഓഫർ വന്നു, ഒരു പുതിയ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊരു ധൈര്യമില്ല, നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, ദാറ്റ് ഇത് നല്ലതായിരിക്കുമോ എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എൻഗേജ്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതാണ് എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്. ഒരു പുതിയ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്താണെങ്കിൽ, ഓക്കെ, അങ്ങനത്തെ സിനാരിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല ബന്ധമാണ്. ഓക്കെ, ആ പേഴ്സണുമായിട്ട് മുൻപ് ഉണ്ടായിരുന്നത് ഒരു കാർമിക് ആയിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിട്ട് നിങ്ങളിപ്പോൾ സെൽഫ് ലവിലേക്ക് വന്ന് കാണാം. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കുന്നതായിരിക്കാം, നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വന്ന ബന്ധം ഓക്കെ, അത് പഴയ പോലെയല്ല, അതിലൊരു മാറ്റമുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ഹീലാവാനുള്ള ഒരു അവസരമാണ് എനിക്ക് കാണുന്നത്. സോ ഇപ്പോൾ വന്ന വ്യക്തി, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ പേടികളുണ്ടാവും, ബട്ട് ഐ തിങ്ക് ഇപ്പോൾ വന്ന വ്യക്തി നിങ്ങൾക്ക് ഒരു മനസ്സ് മീൻസ് ഹാർട്ട് നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ അവർ വളരെ സപ്പോർട്ടീവായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. ബട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പാസ്റ്റ് ട്രോമ, ഓക്കെ, ആ പാസ്റ്റ് ട്രോമ നിങ്ങൾക്ക് മനസ്സിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനൊരു പേടി കാണും. ബട്ട് ഇവിടെ എനിക്ക് കാണുന്നത് ഹീലിംഗ് ഹാർട്ട് എന്നാണ്. ഓക്കെ, പക്ഷെ ഇവിടെ അഗെയിൻ നിങ്ങളുടെ ഇടയിലും ഒരു എനിമി എന്ന രീതി കാണുന്നുണ്ട്. അതിപ്പോൾ എനിമി മേ ബി വേറെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് നെഗറ്റീവ് പറയുന്നതായിരിക്കാം. എന്നിട്ട് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. എന്നിട്ട് ഇതും അല്ല, ഇത് ശരിയാവില്ല, അല്ലെങ്കിൽ നല്ലതല്ല എന്ന രീതിക്ക് ആരെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടാവാം. ആരെങ്കിലും ജലസി ഉണ്ടാവാം. ഒരു തേർഡ് പാർട്ടിയുടെ എനർജി വരുന്നുണ്ട്. അതിപ്പോൾ മേ ബി നിങ്ങളുടെ എക്സ് ആയിരിക്കാം, അവരുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കാണാം. സോ ഇവിടെ മേ ബി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ചിലപ്പോൾ ഇതിനൊരു ചെറിയ അഗേൻസ്റ്റ് ഉണ്ടാവാം. നിങ്ങൾ ഈവൻ ഫാമിലി തന്നെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ മേ ബി തടസ്സം അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, സോ ഇവിടെ എവിടെ ഒരു ജലസിയുടെ ഇത് കാണുന്നുണ്ട്, തേർഡ് പാർട്ടിയുടെ എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നൊരു നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ആക്ച്വലി ഇപ്പോൾ ആ പേരിൽ ചിലപ്പോൾ ഇപ്പോൾ പുതിയ പേഴ്സണുമായിട്ടും ചിലപ്പോൾ നിങ്ങൾ വല്ല അകൽച്ചയോ കാര്യങ്ങളോ വന്ന് കാണാം. സെപ്പറേഷൻ എനർജീൻ്റെ ഇവിടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ
ചിലപ്പോൾ നിങ്ങൾക്ക് ട്രിഗർ തോന്നിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത് നല്ലതാണോ, ഇതും പഴയ പോലെ തന്നെ കാർമിക് ആയിരിക്കുമോ, ടോക്സിക് ആവോ എന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിൽ പേടിയുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്കാണ് കാണുന്നത്. പുതിയ വ്യക്തിയാണെങ്കിൽ കേട്ടോ, ഓക്കെ, പുതിയ വ്യക്തി നിങ്ങളുടെ പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും പക്ഷെ ഒരു സെപ്പറേഷൻ വലുതും വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊരു എനർജിയാണ്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ബട്ട് ഇത് ഇവിടെ നിങ്ങളുടെ മനസ്സിലിവിടെ പ്രശ്നം വരുന്നത് വേറെ ആരോ കാരണമാണ്. അതിപ്പോൾ അഗൈൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ലൈഫിൽ ആരെങ്കിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, പേഴ്സണിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അത് കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് വൺ സിനാരിയോ. ഓക്കെ, ഇനി ഞാൻ ആദ്യം നെക്സ്റ്റ് വേറൊരു ബാച്ചുകാർക്ക് പറയുന്ന പോലെ, ഓക്കെ, സോ നിങ്ങൾക്കിത് കേൾക്കണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഇവിടെ വേറെ തരത്തിൽ എനിക്ക് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ മീറ്റ് ചെയ്ത ഒരു പേഴ്സൺ മീൻസ് ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തി, ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവരെപ്പോഴും ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരുമായിട്ട് പ്രശ്നങ്ങൾ വരാം. അഗൈൻ നെഗറ്റീവ് എനർജി പറയുമ്പോൾ ഇവിടെ മേ ബി നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം ഓൾറെഡി. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വേറെ വ്യക്തി, നിങ്ങളുടെ ലൈഫിൽ വേറെ വ്യക്തി, അങ്ങനെ എന്തും ആവാം. അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ മാരീഡ് എന്ന രീതിയിലെടുക്കാം. സോ അങ്ങനെ ഒരു ടോക്സിക് സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ബട്ട് ഇത് കാർമിക് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൽ നിങ്ങളുടെ സിറ്റുവേഷൻ കാർമിക് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സൺ കാർമിക് ആണ് എന്നല്ല പറയുന്നത്, നിങ്ങളുടെ കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ എടുക്കുന്നില്ല. അതായത് നിങ്ങൾ ഓൾറെഡി ബന്ധത്തിൽ കുറേ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഓർമ്മ വയ്ക്കാം, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ചില ലെസൺ പഠിക്കാനുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ബന്ധം നിങ്ങൾ തമ്മിലുള്ളത് വളരെ ക്ലോസ് ആയിട്ടുള്ള ബോണ്ടാണ് എനിക്ക് കാണുന്നത്. എൻഗേജ്മെൻറ്റും കാണുന്നത് കുറച്ച് പേർക്ക് നിങ്ങൾ ഓൾറെഡി മാരേജ് തീരുമാനിച്ചായിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മേ ബി മാരേജ് ഡിസൈഡ് ആയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉള്ള ബന്ധത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ക്ലോസ് അറ്റാച്ച്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, നിങ്ങളും തമ്മിൽ അകലാൻ മേ ബി ആരെങ്കിലും കാരണമായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തേർഡ് പാർട്ടി ഉണ്ടാവാം. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ ലെസൺ പഠിക്കാനുണ്ട് എന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ അതായത് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഓക്കെ എവിടെയോ നിങ്ങളുടെ തന്നെ വാല്യൂ കളയുന്നുണ്ടോ, നിങ്ങളുടെ വില കളഞ്ഞ് നിങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ഹീലിംഗ് ഹാർട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണുമായിട്ട് നിങ്ങൾ സെപ്പറേഷൻ ആണ്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ പേഴ്സണെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ലൈക്ക് വളരെ കാലമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുമായിട്ടും നിങ്ങൾ സെപ്പറേഷൻ ആണെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം വരാൻ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കും കാരണം. ബട്ട് ഇത് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു ശരിയാവുന്ന രീതിയിലും കാണുന്നുണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷൻ ഒന്ന് മാറി വരും. ഇതിപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള ലെസൺ പഠിച്ചാൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ വരൂ. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ വരും. ഓക്കെ, സോ നിങ്ങൾക്ക് അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരിക. ഓക്കെ, പേഴ്സണെ ചേസ് ചെയ്യാതിരിക്കുക. സിറ്റുവേഷൻ ലൈക്ക് അവർക്ക് ഫീലിങ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഫോട്ടോഗ്രാഫ് മീൻസ് അവർ നിങ്ങളെ പഴയ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ട്, നിങ്ങളെ ഡേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, സൺഗ്ലാസസ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ വേറെ ആരോ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലമാണ്, തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ ഒരു മാരീഡ് ഒക്കെ ആണെങ്കിൽ അത് സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് അല്ലേ, അതിൽ നിന്നൊക്കെ പുറത്ത് വരാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ നിങ്ങളുടെ ഒരു സെൽഫ് ലവിൽ നിൽക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞായിരിക്കാം, അതായത് ഇപ്പോൾ അവർ വേറെ മാരേജ് ചെയ്യാൻ പോകുന്നു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇടയിലായിരിക്കാം ചിലപ്പോൾ അത് വന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ട് അവർക്ക്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കേണ്ട വളരെയധികം ആവശ്യമുണ്ട് എന്നാണ്. ഓക്കെ, സോ ഞാൻ 2 സിറ്റുവേഷനാണ് ഇവിടെ കണ്ടത്, ഞാൻ 2 പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. ഈ ബന്ധം എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഇതിൽ നിന്ന് എടുക്കാം, ആൻഡ് ദെൻ ബാക്കി ഉറപ്പിൽ നിന്ന് എടുക്കാം. ഓക്കെ, ആ പേഴ്സൻ്റെ ഫീലിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ വരുന്ന കാർഡ്സാണ് നമുക്ക് നോക്കാം കൂടുതലും. പാരഡൈസ് എന്തായിരിക്കും മുന്നോട്ട്. ഓക്കെ, പാം ട്രീ, ഗുഡ്, മതി. ഓക്കെ, 3 മതി, ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പെട്ടെന്നൊരു എൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സെപ്പറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്ത് തന്നെ കാരണം കൊണ്ടായാലും ശരി. ഓക്കെ, നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെട്ട ആളായാലും കുറേ വർഷമായിട്ടുള്ള പരിചയമായാലും ആ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയൊരു ബ്രേക്ക്, സെപ്പറേഷൻ, എൻഡിങ് എന്ന രീതിക്ക് വന്നിട്ടുണ്ട്. സഡൻ ആയിരുന്നു അത്, ഒരു സഡൻ ടവർ മൊമെൻറ്റ് വന്ന പോലെയാണ്, സഡൻ ബ്രേക്കാണ്. കുറച്ച് പേർക്ക് എൻഡ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഡെത്ത് കാർഡിൻ്റെ എനർജിയാണ്, അതായത് നിങ്ങൾ കരുതുന്നുണ്ടാവും അതായത് ഇത് ഫുള്ളി എൻഡ് ആയി പോയി എന്ന രീതിക്ക് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് അതിന് വീണ്ടും ബട്ടർഫ്ലൈ ഉണ്ട് ഇവിടെ. സോ വീണ്ടും ഒരു റീജനറേഷൻ എനിക്ക് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയാണ്. നിങ്ങൾ തമ്മിലൊരു റീജനറേഷൻ എനിക്ക് കാണുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അഗൈൻ ഹീലിംഗ് നടക്കാനുണ്ട്. ഇവിടെ
ഹീലിംഗ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരിക. ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഉണ്ടാവും, നിങ്ങളുടെ ഉള്ളിൽ പേടികളുണ്ടാവും, ഫിയേഴ്സ് ഉണ്ടാവും, പേഴ്സൻ്റെ ഉള്ളിലും ഫിയേഴ്സ് ഉണ്ടാവാം. അതൊക്കെ മാറി വരാനുണ്ട്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ഈ ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് പോകുള്ളൂ. നമുക്ക് പേഴ്സണിനെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കുക, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് ഈ ഒരു മാറ്റം പക്ഷെ വരും. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ സമയമെടുക്കും. ഓക്കെ, സോ ആ സമയം വരെ ഓക്കെ ഇവിടെ പറയാൻ പറ്റും. പാരഡൈസ് ആൻഡ് പാം ട്രീ രണ്ടും പറയുന്നത് നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നല്ല സമയങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നു എന്ന രീതിയിലാണ്. സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് പേഴ്സണുമായിട്ട് കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ചേസർ ഉണ്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ആ ചേസർ എനർജിയിലാണെങ്കിൽ അത് മാറ്റണം. ഓക്കെ, നിങ്ങൾ ഇനിയും ചേസിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേടികളുണ്ട്, ഫിയേഴ്സ് ഉണ്ട്, പേഴ്സൺ വിട്ടു പോകുന്ന പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് നിങ്ങളെ ഹീൽ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ചേസർ എനർജിയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഈ മാറ്റങ്ങൾ വരില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരിക, നിങ്ങളുടെ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. പ്രത്യേകിച്ച് സപ്പോസ് തേർഡ് പാർട്ടി മാരീഡ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് മാരീഡൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾ സിറ്റുവേഷൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കി വേണം നിൽക്കാൻ. അവിടെ കൂടുതൽ ചേസിങ്ങിന് പോയിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ കോഡിപ്പെൻഡൻ്റ് ആയി പോകരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവിൽ നിൽക്കുക, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. സോ എനിവേ ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് മാറ്റങ്ങൾ എനിക്ക് കാണുന്നുണ്ട്. ബട്ട് നിങ്ങളും ഒരുപാട് ചേഞ്ച് ആവാനുണ്ട് എന്നാണ്. ഓക്കെ, സോ ഓൾറെഡി മാറി വരുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, നമുക്ക് ഒരു മെസ്സേജ് നോക്കാം. സിംഗിൾ. ഓക്കെ, ലെറ്റ് മീ ഓക്കെ, സിംഗിൾ കാണുന്നുണ്ട്, പറയാം. ഹീൽ അഗൈൻ കണ്ടോ. ഓക്കെ, ഓപ്പൺ യുവർ ഹാർട്ട്. മാരേജ് കുറച്ച് പേർക്ക് അഗൈൻ എൻഗേജ്മെൻറ്റ് നടത്താൻ വന്നിരുന്നു. ഓക്കെ, സിഗ്നൽ. ടെക്സ്റ്റ് മെസ്സേജ്, ഐ ഓഫൺ പേ അറ്റൻഷൻ ടു യു, ലെറ്റ്സ് ഡിസ്കസ് അവർ ഇഷ്യൂസ് ആൻഡ് മൂവ് ഫോർവേഡ്. യെസ്, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സ് തുറന്ന കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് ശരിയാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ യെസ്, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വീണ്ടും ഒരു റിയൂണിയൻ അല്ലെങ്കിൽ വീണ്ടും ഒരു നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ബെറ്റർ ആവുന്ന രീതിയിലുണ്ട് ഇവിടെ. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനാണ്, കുറച്ച് ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ പേഴ്സൺ പറയുന്നത് സിംഗിൾ ലൈഫ് വാസ് എ വെയിറ്റിംഗ് game, a time of anticipation and hope, and you are the prize worth every moment of it. ഓക്കെ, ഇവിടെ പറയുന്നത് അവർ ഇതുവരെ കാത്തിരുന്നത് നിങ്ങളെയാണ് എന്ന രീതിയിലാണ്. ഓക്കെ, അവർ തനിച്ച് സിംഗിൾ ആയിരുന്നെങ്കിൽ അവർ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഈവൻ ഒരു സെപ്പറേഷൻ ആണെങ്കിലും നമ്മൾ സിംഗിൾ എന്ന് വിളിക്കാമല്ലോ. ഓക്കെ, അങ്ങനെ സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ മാറിയിരിക്കൽ, ഓക്കെ, അവർ നിങ്ങളുമായിട്ടൊരു നിങ്ങൾ അവരുടെ ലൈഫിൽ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, നിങ്ങളെ ഒരു പ്രൈസ് ആയിട്ടാണ് അവർ കാണുന്നത്, അതായത് അവരുടെ ലൈഫിൽ വന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, ആൻഡ് ഐ എം സ്ട്രൈവിങ് ടു മെൻഡ് മൈസെൽഫ് ഓൾ ഫോർ ദ സേക്ക് ഓഫ് വെയിറ്റിംഗ് ഫോർ എ ബിലവഡ്. ഒരേ കാർഡ്സാണ് നമുക്ക് വന്നത്. അവിടെയും മെൻഡിങ് വന്നിരുന്നു, ഹീലിംഗ് ഹാർട്ട് വന്നിരുന്നു. സോ നിങ്ങളും ഹീലാവാനുണ്ട്, നിങ്ങളുടെ പേഴ്സണും ഹീലാവാനുണ്ട്. ഓക്കെ, സോ ആ ഒരു സെപ്പറേഷൻ എപ്പോഴെങ്കിലുമൊക്കെ സെപ്പറേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയമാണ്, ഹീലിങ്ങിൻ്റെ സമയമാണ്. നിങ്ങളെ അങ്ങനെ മാറ്റിയിരുത്തുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് ചില സമയത്ത് ചെയ്യുന്നതാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഇപ്പം എന്തെങ്കിലും ഫൈറ്റ് നടക്കണമെന്ന് വിചാരിക്കും, ആരോടെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ എത്തില്ല. ഓക്കെ, ചിലപ്പോൾ അതിനൊരു പ്രോപ്പറായിട്ട് വീണ്ടും ചിലപ്പോൾ നമ്മുടെ പറഞ്ഞു പോകുന്നതൊക്കെ ചിലപ്പോൾ പല തെറ്റുകളും പറഞ്ഞും പോകും. അത് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് മാറ്റിയിരുത്തും രണ്ടുപേരെയും. നമ്മൾ എന്താ പറയുക, ബോക്സിംഗ് റിങ്ങിൽ കയറി ബോക്സിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് മാറ്റി ഇരുത്തില്ലേ, അതുപോലെയാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഒന്ന് മാറ്റിയിരുത്തുകയാണ്. ഓക്കെ, അവിടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇരുത്തി നിങ്ങൾ അവരുടെ കോർണറിൽ, നിങ്ങൾ നിങ്ങളുടെ കോർണറിൽ ഒന്ന് ആലോചിക്കാം. ഓക്കെ, ഒന്ന് മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ അവിടെ നിങ്ങൾ ഹീലാവാനുണ്ട് എന്നാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ അവർ പേഴ്സണും പറയുന്ന അതാണ്, ഞാൻ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളും ഹീലാവാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ അഗൈൻ ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ പേടികൾ, ഫിയേഴ്സ് ഒക്കെ നിങ്ങൾ ഹീലാക്കാം. ഓപ്പൺ യുവർ ഹാർട്ട്, ദ പോസിബിലിറ്റി ഓഫ് അക്സെപ്റ്റിംഗ് ലവ് എക്സിസ്റ്റ് ഈവൻ ഇഫ് മൈ ഹാർട്ട് ഇസ് ടെമ്പററി. അവരിപ്പോൾ ശരിക്കും അവരെ മനസ്സിൽ ലേശം ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, അവർ മേ ബി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ആരെങ്കിലും തേർഡ് പാർട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് ഉണ്ടെങ്കിലോ ഒക്കെ കുറച്ച് അവർക്ക് ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് അവരുടെ ഉള്ളിൽ. ബട്ട് എന്നാലും ഇവിടെ ലവ് ഉണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. ലവ് എക്സിസ്റ്റ്, ആക്ച്വലി നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവാനുള്ള ചാൻസസും ഉണ്ട്.
മാരേജ് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. സക്സസ്ഫുൾ മാരേജ് റിക്വയർസ് ഫാളിങ് ഇൻ ലവ് മെനി ടൈംസ് ഓൾവേസ് വിത്ത് ദ സെയിം പേഴ്സൺ. ഇപ്പം നിങ്ങൾ ഓൾറെഡി മാരീഡ് കപ്പിളൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഹസ്ബൻഡോ വൈഫിനോ വേണ്ടി നോക്കുകയാണെങ്കിൽ, വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ അത് വീണ്ടും നിങ്ങൾ നമ്മൾ അടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ്. അതായത് ഫാളിങ് ഇൻ ലവ് വിത്ത് ദ സെയിം പേഴ്സൺ അഗെയിൻ ആൻഡ് അഗെയിൻ, അല്ലേ? ഒരേ വ്യക്തിയുമായിട്ട് വീണ്ടും വീണ്ടും ഫാൾ ഇൻ ലവ് എന്ന് പറയും. അഗെയിൻ അത് മാരേജിന് മാത്രമല്ല, ഏതൊരു ബന്ധത്തിലും നമുക്കത് തന്നെയാണ് വേണ്ടത്. നമ്മൾ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവും, ബട്ട് അതിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും അവരെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സിഗ്നൽ ദർ വിൽ ബി സമ്മൺ ഹു ടെൽസ് യു ദാറ്റ് ഇസ് ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റ് ഹിയർ പോയിന്റിങ് ടു. ഇത് ഇന്നാൾ കുറച്ച് സംഭവം വന്നിരുന്നു, എനിക്കിത് കണ്ടിട്ട് തന്നെ ഒന്ന് ഒരുപാട് ചിരി വന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളോട് വന്ന് അവരുടെ ഫീലിങ്സ് തുറന്നു പറയും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മേ ബി പുതിയ പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പഴയ വ്യക്തിയായാലും നിങ്ങൾ ഓൾറെഡി ഉള്ള ബന്ധത്തിലായാലും അവർ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് തുറന്നു പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളൊരു എക്സ്പ്രഷൻ ടെക്സ്റ്റ് മെസ്സേജ് കാണുന്നുണ്ട്. സോ ഒരു മെസ്സേജ് വരും. ഓക്കെ, അത് മാനിഫെസ്റ്റ് ചെയ്യുക. എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം? നിങ്ങൾ ചേസ് ചെയ്തിട്ടല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവർ ഫോൺ 10 പ്രാവശ്യം ചെക്ക് ചെയ്ത് 20 പ്രാവശ്യം ചെക്ക് ചെയ്ത് എല്ലാം 10 മിനിറ്റ് അല്ല, സോറി, ഓരോ മിനിറ്റിൽ തുറന്നുകൊണ്ടിരുന്നിട്ടല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫോണിനെ മാറ്റി വയ്ക്കാം. ഓക്കെ, ഫോണിനെ മാറ്റി വെച്ച് അവർ നമ്പറിനെ വേണമെങ്കിൽ ഡിലീറ്റ് തന്നെ ചെയ്ത് വിട്ടേക്കും സാധിക്കുന്നവർ. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫോണിനെ മാറ്റി വെച്ച് നിങ്ങൾ പുറത്തു പോകും. ഞാൻ മറന്നിട്ട് പോയി ഫോണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ സപ്പോസ് പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെയാണ്, ഫോണില്ലാണ്ടൊക്കെ നമ്മൾ ജീവിച്ചിട്ടില്ലേ, ജീവിച്ച കാലങ്ങളില്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. കുറച്ച് നേരത്തേക്ക് കുറച്ച് ദൂരമൊക്കെ നമുക്ക് പോവാം, ഒന്നും പറ്റുമൊന്നുമില്ല. ഓക്കെ, ഫോണിനെ അവിടെ വീട്ടിൽ വെച്ചിട്ട് മിണ്ടാതെ ഇറങ്ങി പോവാം, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാം, കുറച്ച് നേരം 1/2 മണിക്കൂർ 1 മണിക്കൂർ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പുറത്ത് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഫോണിലേക്ക് നോക്കാതെ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ തന്നെ പല കാഴ്ചകളും കാണാനുണ്ടാവും. ഓക്കെ, പുറത്തൊക്കെ ഒന്ന് നോക്കി നടക്കുക, ബസ്സിൽ പോവുക, ട്രാവൽ ചെയ്യുക, വേറെ എവിടെയെങ്കിലും പോവുക, കഴിക്കാൻ പോവുക, ഭക്ഷണം കഴിച്ചിട്ട് വരാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യൂ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പോവൂ, സിനിമ കാണാൻ പോവൂ, എന്തെങ്കിലും ചെയ്യും. ഓക്കെ, ഫോണിനെ പറ്റി മറന്നേക്കൂ. ഓക്കെ, അവർ ആ ഒരു ടെക്സ്റ്റ് വരുമോ എന്നുള്ള ചിന്തയെ പറ്റി മറന്നേക്കൂ. ഓക്കെ, അവരെ പറ്റി ഓർക്കണ്ട. മാക്സിമം ഓർമ്മ വരും. ഓർമ്മ വരുമ്പോഴും ആങ്ഷ്യസ് ആവരുത്. എന്നെ ഓർക്കുന്നുണ്ടോ, എന്നെ വിസ് ചെയ്യുന്നുണ്ടോ, എന്നെ വിളിക്കുമോ, സംസാരിക്കുമോ, മെസ്സേജ് ചെയ്യുമോ, ഒന്നും ചിന്തിക്കരുത്. ഓക്കെ, ഓർമ്മ വന്നാൽ ശരി, ആ വ്യക്തി എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് എന്ന് മാത്രം ചിന്തിക്കാം. എന്നിട്ട് അതിനെ അവിടെ മാറ്റി വെച്ചേക്കാം. വീണ്ടും അവർ വിളിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും എന്ന് മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നടന്നൊന്നും വരില്ല. കാരണം നിങ്ങളുടെ മനസ്സ് എത്രത്തോളം സ്ട്രോങ് ആണെന്നനുസരിച്ചിരിക്കും. ഓക്കെ, സോ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇതൊരു 2-3 തവണയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, നിങ്ങൾക്കിത് വർക്കൗട്ട് ആവും. ഇവിടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, പറയണം. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. നന്ദി, നമസ്കാരം.